Hello friends, welcome back to Chaco's Beauty of Life. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇൻഫർമേഷൻസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒ ഇ ടി ഓർ IELTS. ഒ ഇ ടിയും IELTSും തമ്മിൽ ഏതാണ് ഈസിയർ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒ ഇ ടി ഒരു ഹെൽത്ത് കെയർ സ്പെസിഫിക് ടെസ്റ്റാണ്, ഇംഗ്ലീഷ് ടെസ്റ്റാണ്. IELTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റേഞ്ച് കുറച്ചും കൂടെ വൈഡാണ്. നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ നല്ല ഇമാജിനേറ്റീവായിട്ട് സംസാരിക്കാനും എഴുതാനും കഴിയുന്നവർക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും IELTS. പക്ഷേ അത് ഒ ഇ ടി വരുമ്പോഴത്തേക്കിനും നമുക്കത് കുറച്ചും കൂടെ ഈസിയറായിട്ട് തോന്നുന്നു. നമ്മുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളും നമ്മളെന്നും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സെറ്റപ്പിൽ നമ്മളെങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിലേക്കായിരിക്കും ഒ ഇ ടി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇങ്ങനെ 4 കാറ്റഗറീസാണ്. IELTS പോലെ തന്നെ 4 കാറ്റഗറീസാണ് ഒ ഇ ടിയിലുള്ളത്. അപ്പോൾ നമ്മൾ സ്പീക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലോ കമ്മ്യൂണിറ്റി സെറ്റപ്പിലോ എല്ലാം ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഒ ഇ ടി കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കുമെന്ന് ചിലപ്പോൾ തോന്നുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ. ചിലർക്ക് IELTS ആയിരിക്കും, ചിലർക്ക് ഒ ഇ ടി ആയിരിക്കും ഈസിയർ ആയിട്ട് തോന്നുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്തത് ഒ ഇ ടി ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് ഒ ഇ ടിനെ പറ്റിയായിരിക്കും. ഓക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് 4 കാറ്റഗറീസിലുള്ള നമ്മളുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇങ്ങനത്തെ 4 കാറ്റഗറീസാണ് ഉള്ളത്. സോ വെൻ വി ഫോക്കസ് ഓൺ ലിസണിങ് 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് A, B ആൻഡ് C. ഇതൊരു ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ഡ്യൂറേഷൻ 40 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ. പാർട്ട് A എന്ന് പറയുന്നത് 2 എക്സ്ട്രാക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. 2 കൺസൾട്ടേഷൻ, 5 മിനിറ്റ്സ് വരുന്ന 2 കൺസൾട്ടേഷൻ. അത് ഏതൊരു ഹെൽത്ത് പ്രൊഫഷണലും പിന്നെ ഒരു പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും, ഒരു കൺസൾട്ടേഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ കൂടുതലും വരുന്നത് ചിലപ്പോൾ സിംറ്റംസ്, പേഷ്യൻറ്റിന് സിംറ്റംസ്, എടുത്തുകൊണ്ടിരുന്ന മെഡിസിൻസ്, അതൊക്കെ ആയിരിക്കും സ്പെസിഫിക്. അപ്പം നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യണം ഇവിടെ ആയിരിക്കും അത് വരിക എന്നുള്ളത്. നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഷീറ്റിനകത്ത് ഉള്ള ബ്ലാങ്ക്സ്, നമുക്കൊരു 5 മിനിറ്റ്സ് റീഡിങ് ടൈം ഉണ്ടാവും. ആ റീഡിങ് ടൈമിൽ നമ്മളൊന്ന് അവിടെ എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലിസണിങ് കേൾക്കുമ്പോഴത്തേക്കിനും എക്സ്ട്രാക്റ്റ് കേൾക്കുമ്പോഴത്തേക്കിനും നമുക്കത് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാനിക്ക് ഒട്ടും ആകാൻ പാടില്ല. കാരണം നമുക്ക് ഈ ലിസണിങ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പാനിക്കായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ആൻസർ വിട്ടുപോയി, സോ ആ ആൻസറിൻ്റെ പുറകെ ഇരിക്കാതെ നെക്സ്റ്റ് ആൻസർ നമ്മൾ എക്സ്ട്രാക്ട് ലിസൺ ചെയ്തുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു ആൻസർ വിട്ടുപോയാൽ പോലും നമ്മൾ അതിൻ്റെ പുറകെ ഇരിക്കാതെ നെക്സ്റ്റ് ആൻസേഴ്സ് പെട്ടെന്ന് ചെയ്യണം. കാരണം ഇതിനകത്ത് ഫിക്സ്ഡ് ആൻസേഴ്സാണ്. ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവർ പറയുന്ന വേർഡ് ക്യാച്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. സോ അവിടെയാണ് പാർട്ട് A വരുന്നത്. പിന്നെ ലിസണിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു സെൻറ്റർ ചൂസ് ചെയ്യുമ്പോൾ ഹെഡ്ഫോൺസ് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം. കാരണം ഹെഡ്ഫോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്പീക്കേഴ്സിൽ അതിന് എന്തുമാത്രം പ്രാക്ടിക്കലായിട്ട് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഹെഡ്ഫോൺസ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ നമ്മൾ സെൻറ്റേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഹെഡ്ഫോൺസ് ഉണ്ടോ എന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്യണം. പാർട്ട് B എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 6 എക്സ്ട്രാക്ട്സ് ആണ് ലിസണിങ്ങിൽ വരുന്നത്. ഈ 6 എക്സ്ട്രാക്ട്സ് എന്ന് പറയുന്നതും വർക്ക് പ്ലേസ് റിലേറ്റഡ് ചിലപ്പോൾ ടോക്സ് ആയിരിക്കാം, ഒപ്പീനിയൻസ് ആയിരിക്കാം, ഹാൻഡ് ഓവേഴ്സ് ആയിരിക്കാം, പേഷ്യൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അതിനെ റിലേറ്റഡ് ആയിട്ട് വർക്ക് പ്ലേസ് കോൺവെർസേഷൻസ് ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഐഡിയ എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എക്സ്ട്രാക്റ്റിൻ്റെ താഴെയും ഓരോ എക്സ്ട്രാക്റ്റിലും നമുക്ക് ഓരോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഒരു എക്സ്ട്രാക്റ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടാണ് ആൻസർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് ഓരോ ആൻസറിനും മാക്സിമം 1 മിനിറ്റ് ചിലവാക്കി നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ, ഫുള്ള് വിതിൻ ടൈം. സോ നമുക്ക് ഈ എക്സ്ട്രാക്റ്റ് തരുന്നതിന് ഒരു ബീപ്പ് സൗണ്ടിന് ശേഷമാണ് എക്സ്ട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
സോ അതിന് മുമ്പ് നമുക്കൊരു ടൈം കിട്ടുന്നുണ്ട്, ഒരു 1 minute ലൈക്ക് ദാറ്റ്. സോ നമ്മളത് ആ സമയം കൊണ്ട് നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് റീഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോൺവെർസേഷൻ കേട്ടോണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് റോങ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ തോന്നും. പിന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഫസ്റ്റ് യു ഹാവ് ടു just remove what is not the answer, so it is easier to find what is the correct answer, because ചിലതെന്ന് പറഞ്ഞത് നമുക്ക് ആൻസേഴ്സ് രണ്ടും സിമിലർ പോലെ തോന്നും. നൗ കമ്മിങ് ടു പാർട്ട് സി എന്ന് പറയുന്നത് 2 പ്രസൻറ്റേഷൻ എക്സ്ട്രാക്ട്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഈ 2 പ്രസൻറ്റേഷൻ എക്സ്ട്രാക്ട്സിലും ഓരോന്നിനും 6 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ നമ്മൾ കേൾക്കുന്ന പ്രസൻറ്റേഷൻ ഇറ്റ് മേ ബി ലൈക്ക് എ പ്രീ റെക്കോർഡഡ് ഇൻ്റർവ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് കെയർ റിലേറ്റഡ് ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള ഒരു സ്പീച്ച് പോലെ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സോ അതിലെ ഓരോ എക്സ്ട്രാക്റ്റിൻ്റെയും താഴെ 6 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക്. ഇനി നമുക്കിപ്പോൾ പാർട്ട് എ ബി സി എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ് എക്സ്ട്രാക്ട്സ് യൂട്യൂബിൽ നിന്നുമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. യൂട്യൂബിൽ കുറേ എക്സ്ട്രാക്ട്സ് നമ്മൾ ഇയർഫോൺ വെച്ചിരുന്ന് കേട്ട് നമ്മളെ തന്നെ ആക്സസ് ചെയ്യാനൊരു ബുക്കിൽ അതിൻ്റെ ആൻസേഴ്സ് എഴുതുക. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചിലപ്പോൾ നമുക്ക് നല്ല സ്കോറിങ് കിട്ടിയില്ല, ഡോണ്ട് വറി, ട്രൈ നെക്സ്റ്റ്. അത് നമ്മുടെ ഒരു ശീലമാക്കുക. ഡെയിലി ഒരു എക്സ്ട്രാക്റ്റെങ്കിലും പറ്റുവാണെങ്കിൽ നമുക്കതിനോടൊരു നമ്മൾ അക്വൈൻറ്റഡ് ആകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും ഫസ്റ്റ് ടൈം നമ്മൾ എക്സാമിൽ ലിസണിങ് കേൾക്കുമ്പോഴത്തേക്കിനും. അങ്ങനെ ഡിഫറെൻറ്റ് ആക്സൻസിലുള്ള എല്ലാവരും ഒരേ ബ്രിട്ടീഷ് ആക്സൻറ്റിലായിരിക്കില്ല സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുമാത്രം അത് മനസ്സിലാകുമെന്നുള്ളത് നമ്മൾ ഈ പ്രാക്ടീസിലൂടെ നമുക്കത് അസസ് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് അങ്ങനെ നമുക്ക് നല്ല വേണ്ട സ്കോർ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ലിസണിങ്ങിൽ എനിക്ക് ഏകദേശം ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻപുട്സ് ഇടുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് റീഡിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ ആണ് റീഡിങ് സബ് ടെസ്റ്റ്. റീഡിങ് സബ് ടെസ്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്തും നമുക്ക് ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതും പാർട്ട് എ ബി സി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ 60 minutes ആണ് റീഡിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. റീഡിങ്ങിലെ പാർട്ട് എ ബി സിക്കകത്തുനിന്ന് പാർട്ട് എ ഫിനിഷ് ചെയ്യാൻ 15 minutes ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഇച്ചിരി ചാലഞ്ചിങ് ആയിട്ടുള്ളത്. ബാക്കി ബി ആൻഡ് സിക്ക് നമുക്ക് ടോട്ടൽ 45 minutes ഉണ്ട്. ബട്ട് പാർട്ട് എ ഈ ഫസ്റ്റ് 15 minutes തീർക്കണം. പിന്നെ നമുക്ക് ആ 15 minutes ശേഷം നമുക്ക് ആ എക്സ്ട്രാക്ട് നമ്മുടെ കയ്യിലുണ്ടാവില്ല. സോ ഇതാണ് ഇച്ചിരി ചാലഞ്ചിങ് ആയിട്ടുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്ത് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പാർട്ട് എയിൽ നമുക്ക് 4 എക്സ്ട്രാക്റ്റ് ആയിരിക്കും തരിക. 4 പാരഗ്രാഫ്സ് ആയിരിക്കും. 4 പാരഗ്രാഫ്സിലും ഡിഫറെൻറ്റ് ടോപ്പിക്സിനെ പറ്റിയായിരിക്കും സംസാരിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 20 questions ആണ് ആൻസർ ചെയ്യാനുള്ളത്. ഈ 20 questionസിലെ ഓരോ ക്വസ്റ്റ്യനും പല പാരഗ്രാഫിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മളുടെ റീഡിങ് സ്കിൽസാണ് അവിടെ അസസ് ചെയ്യുന്നത്. നമ്മൾ ഈ 15 minutesനുള്ളിൽ ഈ പാസേജ് റീഡ് ചെയ്തിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഏത് പാസേജിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്യണം. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കോംപ്രിഹെൻഷൻസ് ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇത് റീഡിങ്ങിനകത്ത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. 15 minutes ഉള്ളൂ നമ്മുടെ കയ്യിൽ ടൈം. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഇനി പാർട്ട് ബിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 6 ഷോർട്ട് ടെക്സ്റ്റ് ആണ് ഇതിനകത്തുള്ളത്. അതിലെ ഓരോ ടെക്സ്റ്റിൻ്റെ താഴെ നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു 3 ഓപ്ഷനുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമ്മളെ അസസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ചില ഒപ്പീനിയൻസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതായിരിക്കും. ഇത് വർക്ക് പ്ലേസ് റിലേറ്റഡ്, ചിലപ്പോൾ ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ് ആയിരിക്കാം, ചില മെമ്മോസ് ആയിരിക്കാം. സോ ചിലപ്പോൾ ചില ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ് അതൊക്കെ ആയിരിക്കാം. സോ അവരെന്താണ് ആ പാസേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ മെമ്മോ എന്തിനെ പറ്റിയാണ്, അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് വരിക. സോ പാർട്ട് ബിയിൽ വരുന്നത് 6 ഷോർട്ട് ടെക്സ്റ്റ് വിത്ത് മൾട്ടിപ്പിൾസ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈച്ച്. ഈ പാർട്ട് ബിയിലെ എക്സ്ട്രാക്ട്സ് എന്ന് പറയുന്നത് ഒരു 100 to 150 words ഉള്ള ചെറിയ ടെക്സ്റ്റ് ആയിരിക്കും.
നൗ കമ്മിങ് ടു പാർട്ട് സി, ഇതിനകത്ത് 2 പാരഗ്രാഫ്സ് ആയിരിക്കും. അതൊരു ലൈക്ക് 800 to 1000 വേർഡ്സ് വരുന്ന 2 പാരഗ്രാഫ്സ് ആയിരിക്കും വരുന്നത്. ഈ 2 പാരഗ്രാഫ്സിലെയും ഓരോ പാരഗ്രാഫിനും നമുക്ക് 8 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിരിക്കും, കാരണം ഇച്ചിരി ലോങ് പാസേജ് ആയതുകൊണ്ട് ഇതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് ഐഡിയാസ് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് അവർ അസസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് എ ബി സി ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനകത്തെ പാർട്ട് എ, ഈ 15 മിനിറ്റ്സിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ വളരെ ചലഞ്ചിങ് ആണ്. അതിനകത്ത് അവർ നമ്മളെ അസസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ സ്കിം ആൻഡ് സ്കാൻ ടെക്നിക്കിലൂടെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ ആ ടെക്സ്റ്റ് റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സോ മേ ബി നമ്മൾ ആ ഫുൾ ഡീറ്റെയിൽസ് കുത്തിയിരുന്ന് വായിച്ചാലേ പറ്റുള്ളൂ എന്നില്ല. നമുക്കൊരു സ്കിം ത്രൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ, ആ പാസേജ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഐഡിയ നമുക്ക് കിട്ടണം. സോ അങ്ങനെ മാത്രമേ നമുക്ക് 15 മിനിറ്റ്സിനുള്ളിൽ 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, ടൈമർ വെച്ച് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. റീഡിങ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് OET വെബ്സൈറ്റിൽ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് വിതിൻ 15 മിനിറ്റ്സ് തീർക്കാനുള്ള ആ സ്പീഡ്, നമ്മുടെ സ്പീഡാണ് അവിടെ. എങ്ങനെ നമുക്ക് സ്കിം ചെയ്ത് പെട്ടെന്ന് റീഡ് ചെയ്ത് നമുക്ക് ആ ഐഡിയാസ് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ ട്രെയിനിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റൈറ്റിങ്ങിലേക്കാണ്. അപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 45 മിനിറ്റ്സിൻ്റെ ടാസ്ക്കാണ്. നമുക്കതിനുള്ള കേസ് നോട്ട്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതനുസരിച്ച് ഒരു ലെറ്റർ എഴുതണം. ഒരു ലെറ്റർ എഴുതാനാണ് വരുന്നത്. അത് 45 മിനിറ്റ്സിൻ്റെ ഒരു ടാസ്ക് ആയിരിക്കും. നമുക്കതിന് വേണ്ടിയിട്ടുള്ള കേസ് നോട്ട്സ് എല്ലാം തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഒരു ലെറ്ററാണ്. സോ ജനറലി നമുക്ക് റൈറ്റിങ്ങിൽ 3 kinds ഓഫ് ലെറ്റേഴ്സാണ് വരിക: റെഫറൽ, ട്രാൻസ്ഫർ ഓർ ഡിസ്ചാർജ് ലെറ്റർ. സോ നമ്മൾക്ക് തന്നിരിക്കുന്ന കേസ് നോട്ട്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഹൈലൈറ്റ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട എന്ത് ടാസ്ക്കാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ലൈനിലായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ എന്താണ് എന്ത് ലെറ്ററാണ് എഴുതേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഐദർ റെഫറൽ ആണോ, ട്രാൻസ്ഫർ ആണോ, ഡിസ്ചാർജ് ആണോ, ഇത് മനസ്സിലാകുന്നത് നമുക്ക് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്നായിരിക്കും മനസ്സിലാകുന്നത്. സോ ആ ടാസ്ക് റിലേറ്റഡ് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ശരിക്കും കറക്ഷൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എൻ്റെ കേസിൽ ഞാൻ OET വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ എനിക്കങ്ങനെ കറക്ഷൻ ചെയ്യാൻ ആരും ഉണ്ടായില്ല. ബട്ട് ഒരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടും. ഈ പല ലെറ്റേഴ്സ് റൈറ്റ് ചെയ്യുമ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് നമ്മൾ ഒന്ന് റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്കതിൻ്റെ ജനറൽ പാറ്റേൺ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് മാറിയാൽ നമുക്ക് ആ ലെറ്റർ എഴുതാൻ ഈസി ആയിരിക്കും. മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ അൺനെസസറിലി ഡീറ്റെയിലിങ്സ്, നമ്മളിപ്പോൾ ഒരാൾക്ക് ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ആ എഴുതുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് കൊണ്ട് എന്തുപയോഗമാണുള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതായത് നമ്മളൊരു പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക, ആ പേഷ്യൻ്റെ നമ്മൾ ആർക്ക്, ഇപ്പോൾ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ അയക്കുന്നെങ്കിൽ അവരറിയേണ്ട നെസസറി കാര്യങ്ങൾ മാത്രം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നമ്മൾ റീഡ് ചെയ്യുന്ന ടൈമിൽ, നമുക്ക് ആ ലെറ്ററിൻ്റെ കേസ് നോട്ട്സ് റീഡ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ മൈൻഡ് സെറ്റിൽ എപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മളുടെ ലെറ്ററിൽ അവർ മെയിനായിട്ടും അസസ് ചെയ്യുന്ന കാര്യങ്ങൾ അതും കൂടെ ഞാൻ പറയാം. നമ്മളെല്ലായിടത്തും വായിച്ച് കേട്ടിട്ടുണ്ട് 6 ക്രൈറ്റീരിയാസ് ആണ് അവർ നമ്മുടെ ലെറ്ററിൽ അസസ് ചെയ്യുന്നത്. നമ്പർ 1 ആണ് പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ദ ലെറ്റർ. അപ്പം നമ്മൾ ലെറ്റർ എഴുതുന്നതിൻ്റെ പേർപ്പസ് എപ്പോഴും നമ്മൾക്കും അറിഞ്ഞിരിക്കണം, നമ്മളത് നമ്മുടെ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സോ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് ഈസ് കണ്ടൻറ്റ്. അപ്പോൾ കണ്ടൻറ്റിനകത്ത് നമ്മുടെ റീഡറിന് റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്, കണ്ടൻറ്റ്. സോ ഫസ്റ്റ് വൺ കംസ് പേർപ്പസ്, സെക്കൻഡ് വൺ ഈസ് ദ കണ്ടൻറ്റ്. സോ ത്രൂ ഔട്ട് റീഡ് ചെയ്യുമ്പോൾ
നമ്മുടെ റിസീവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് അവർ അസസ് ചെയ്യുന്നത്. ദ തേർഡ് ക്രൈറ്റീരിയ വരുന്നത് കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റിയാണ്. സോ കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റിക്കകത്തെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളുടെ ലെറ്റർ നമ്മുടെ റീഡർക്ക് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അൺനെസസറി ഡീറ്റെയിലിങ്സ് കൊടുത്തിട്ടില്ല. അത് ഈസ് ജസ്റ്റ് എ സമ്മറി. അല്ലാതെ നമുക്ക് വലിച്ചു വാരി കേസ് നോട്ടിൽ തന്നേക്കുന്ന എല്ലാം റിലവൻ്റ് അല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ലെറ്ററിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ അത് നമ്മളുടെ മൈനസ് പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കോർ നമ്മുടെ ലെറ്ററിന് കിട്ടത്തില്ല. സോ നമ്മളതിൻ്റെ റിലവൻറ്റ് പോയിൻറ്റ്സിനെ എടുക്കുന്നു, ആ റിലവൻറ്റ് പോയിൻറ്റ്സിനെ മാത്രം ഡീറ്റെയിൽ ചെയ്യുന്നു ഫോളോയിങ് പാരഗ്രാഫ്സിൽ. ഫോർത്ത് ക്രൈറ്റീരിയ ആണ് ജോണർ ആൻഡ് സ്റ്റൈൽ. ജോണർ ആൻഡ് സ്റ്റൈലിനകത്ത് വരുന്നത് നമ്മൾ എഴുതുന്ന ഒരു ഫോർമൽ ലെറ്റർ ആയിരുന്നു. സോ നമ്മളുടെ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പൊളൈറ്റ് ആണോ, ഇറ്റ് ഷുഡ് ബി നോൺ ജഡ്ജ്മെൻറ്റൽ. സോ നമ്മൾ റിലവൻറ്റ് കേസ് നോട്ട്സ് നമ്മൾ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷേ ആ കേസ് നോട്ട്സിനെ അതുപോലെ എടുത്ത് എഴുതി വെക്കുന്നതല്ല നമ്മുടെ ലെറ്റർ. വി ഹാവ് ടു എക്സ്പാൻഡ്. അപ്പോൾ നമ്മളുടെ റിലവൻറ്റ് കേസ് നോട്ടിനെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മുടെ റീഡർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടോ. പിന്നെ അതിനകത്ത് യൂസ് ചെയ്ത ജോണറാണ് നമ്മുടെ ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ് ലെറ്റർ. ആൻഡ് നമ്മളതിനെ നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ റീഡർക്ക് റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ ആ ലെറ്റർ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടോ. ഇതൊക്കെയാണ് ജോണർ ആൻഡ് സ്റ്റൈലിനകത്ത് വരുന്നത്. അടുത്ത ക്രൈറ്റീരിയ ആണ് ഓർഗനൈസേഷൻ. സോ നമ്മുടെ ലെറ്റർ വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഓർഗനൈസ്ഡ് ഇൻ ദ സെൻസ് നമുക്കൊരു എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു സ്റ്റാർട്ടിങ്, ബോഡി, ദെൻ ഒരു എൻഡിങ് വേണം. സോ നമ്മുടെ പേർപ്പസ് ഓഫ് ദ ലെറ്റർ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ പേഷ്യൻ്റെ ഹിസ്റ്ററി ഓഫ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോഴ്സ് ഓഫ് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ ലെറ്റർ റീഡ് ചെയ്യുമ്പോൾ അതിനെല്ലാം നല്ല നീറ്റായിട്ട് ഓരോ പാരഗ്രാഫിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. സോ ദാറ്റ് റീഡർക്ക് പെട്ടെന്ന് ഓക്കെ, ദിസ് ഇസ് ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ്, ദിസ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദിസ് ഇസ് വൈ ഷീ ഈസ് റെഫറിങ് ഓർ ട്രാൻസ്ഫറിങ് ഓർ ദിസ് സോ ആൻഡ് സോ റീസൺസ് നമ്മുടെ റീഡർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ലെറ്റർ ഓർഗനൈസ്ഡ് ആകുമ്പോഴത്തേക്കും. ലാസ്റ്റ് ക്രൈറ്റീരിയ, അതായത് സിക്സ്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലാംഗ്വേജ്, അതായത് നമ്മൾ ഒത്തിരി ഗ്രാമേഴ്സോ ഒത്തിരി വൊക്കാബുലറീസും യൂസ് ചെയ്തില്ലെങ്കിലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ നമ്മൾ കേസ് നോട്ട് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ മീനിങ് പോകരുത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, നമ്മൾ യൂസ് ചെയ്യുന്ന പങ്ക്ച്വേഷൻസ്, പ്രോപ്പർ പങ്ക്ച്വേഷൻ മാർക്സ്, അതൊക്കെ ആയിരിക്കും ഇവിടെ അവർ നോക്കുന്ന ക്രൈറ്റീരിയ ലാംഗ്വേജിനകത്ത്. സോ ഈ 6 ക്രൈറ്റീരിയാസും നമ്മൾ സ്കോർ ചെയ്താൽ റൈറ്റിങ്ങിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കുറേ റിട്ടൺ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് എവിടുന്നേലും ഓൺലൈനിലൊക്കെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ക്രാഷ് കോഴ്സസിന് ജോയിൻ ചെയ്താൽ നമുക്കിങ്ങനെ റൈറ്റിംഗ് കറക്ഷൻ കിട്ടുന്ന കോഴ്സസ് ഉണ്ട്. നമ്മുടെ ജെയുടെ OET വീഡിയോസ് അവർ റൈറ്റിംഗ് കറക്ഷനും ചെയ്തു തരുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. പിന്നെ നമ്മുടെ റൈറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഓർഗനൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഓരോ പാർട്ട് ബൈ പാർട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നെയിം ആൻഡ് അഡ്രസ്സ് നമ്മൾ ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ പേഷ്യൻ്റ്, നമ്മൾ റെഫർ ചെയ്യുന്ന പേഷ്യൻ്റെ ഡീറ്റെയിൽസ്, ഡേറ്റ് ആൻഡ് ടൈം, ദെൻ ഗ്രീറ്റിംഗ്, ദെൻ കംസ് ദ ബോഡി. അങ്ങനെ ആ ബോഡിക്കകത്ത് നമ്മൾ പിന്നും ഡിവൈഡ് ചെയ്യും നമ്മളുടെ പേഷ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പ്രസൻറ്റ് കംപ്ലെയിൻറ്റ് ആൻഡ് പിന്നെ പേർപ്പസ്. അഗെയിൻ കാരണം നമ്മൾ ഫസ്റ്റ് എഴുതുന്ന പേർപ്പസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സമ്മറൈസ് ചെയ്ത് നമ്മൾ എഴുതുന്നത്. സോ ദിസ് ഈസ് ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്ന് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത് ഫോളോയിങ് പാരഗ്രാഫിലായിരിക്കും. പിന്നെ നമ്മൾ വളരെ ഫോർമലി നമ്മുടെ ലെറ്ററിനെ കൺക്ലൂഡ് ചെയ്യുന്നു. മേ ബി ഇറ്റ്സ് എ റിക്വസ്റ്റ് ടു സീ ദിസ് പേഷ്യൻറ്റ് ഓർ മേ ബി ദിസ് ഇസ് എ റെഫറൽ. അപ്പോൾ അങ്ങനെ നമ്മളതിനെ ഫോർമലി എൻഡ് ചെയ്ത് നമ്മളുടെ ഡെസിഗ്നേഷനും എഴുതുന്നു. അങ്ങനെയാണ് ലെറ്റർ എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റൈറ്റിംഗ്. ഇത് ഓരോ സബ് ടെസ്റ്റും ഒത്തിരി ഡീറ്റെയിൽസ് ഉള്ളതാണ്. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പീക്കിങ്ങിനെ പറ്റി. ഓക്കെ, സ്പീക്കിംഗ് ടാസ്കിൽ വരുമ്പോഴത്തേക്കിനും നമുക്കൊരു 20 മിനിറ്റ്സിൻ്റെ റോൾ പ്ലേ ആയിരിക്കും അതിനകത്ത് നമ്മൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലായിട്ടും മേ ബി നേഴ്സ്, ഡെൻറ്റിസ്റ്റ്, എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേഴ്സാണെങ്കിൽ നേഴ്സായിട്ട് നമ്മുടെ ഇൻ്റർലോക്യൂട്ടർ ആയിരിക്കും നമ്മളുടെ പേഷ്യൻറ്റ്, ക്ലയൻറ്റ്, അല്ലെങ്കിൽ ചിലപ്പം ഒരു
പീഡിയാട്രിക് പേഷ്യൻ്റ് ആണെങ്കിൽ പേരൻറ്റ്. അങ്ങനെ അവർ റോൾ പ്ലേ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് ഒരു 5 മിനിറ്റ്സിൻ്റെ 3 റോൾ പ്ലേ കാർഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓരോ സ്പീക്കിംഗ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു വാർമിംഗ് അപ്പ് സെക്ഷൻ ഉണ്ടാവും ഇൻ്റർലോക്യൂട്ടറുമായിട്ട്. ആദ്യം നമ്മുടെ ഐഡൻറ്റിറ്റി ചെക്സ് ഉണ്ടാവും. നമ്മുടെ പാസ്പോർട്ട് കയ്യിൽ കൊണ്ടുപോകണം. ഐഡൻറ്റിറ്റി ചെക്സിന് ശേഷം നമ്മളൊരു ചെറിയൊരു വാം-അപ്പ് കോൺവെർസേഷൻ ഉണ്ടാവും നമ്മളുടെ പ്രൊഫഷനെ പറ്റി ഒക്കെ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ടാസ്കിലേക്ക് കടക്കുന്നത്. അപ്പം നമുക്ക് തരുന്ന ടാസ്ക് ഓരോ കാർഡിലും ഓരോ ടാസ്ക് ആയിരിക്കും. ആ ടാസ്ക് റീഡ് ചെയ്യാൻ നമുക്ക് ഒരു ടൈം തരും. ആ ടൈമിനുള്ളിൽ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ്, ഇപ്പം നമ്മളൊരു പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ റിലക്റ്റൻറ്റ് പേഷ്യൻ്റാണ്. അപ്പോൾ നമ്മുടെ ടാസ്ക് ആ പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്ത് ഇപ്പോൾ ഒരു പ്രൊസീജിയറിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ എന്തായാലും നമുക്കൊരു ടാസ്ക് ഇങ്ങനെ തന്നിട്ടുണ്ടാവും. സോ നമ്മൾ ഒരു ഫ്ലോയിൽ സംസാരിച്ചു നമ്മൾ എങ്ങനെ ആ പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാസ്ക് തീർക്കാനുള്ള വെപ്രാളത്തിൽ ചാടി കയറി അങ്ങനെ നമ്മൾ ഒത്തിരി പാനിക് ആവേണ്ട ആവശ്യമില്ല. നമ്മളപ്പോൾ ആ ഫ്ലോയിൽ സംസാരിച്ച് പോകുന്നതാണ് അവിടെ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഇൻ്റർലോക്യൂട്ടറിന് ഒരു സ്ക്രിപ്റ്റഡ് ഇത് കാണും. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മേ ബി ഫസ്റ്റ് ടൈം ദേ വിൽ നോട്ട് ഗെറ്റ് കൺവിൻസ്ഡ്. ഹി വിൽ ബി വെരി റിലക്റ്റൻറ്റ് ടു ആക്സെപ്റ്റ് യുവർ സജഷൻസ്. സോ നമ്മളുടെ ടാസ്ക് എന്താണ്? നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. അവരെ നമ്മൾ കൂടുതൽ പാസിഫൈ ചെയ്യുക. നമ്മൾ അവരോട് വളരെ അപ്പോൾ നമ്മളുടെ പേഷ്യൻസ് നമ്മളെന്ത് പേഷ്യൻ്റ്ലിയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ നമുക്കൊരു അഗ്രസീവ് പേഷ്യൻറ്റിനെ ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ ഇൻ്റർലോക്യൂട്ടറിൻ്റെ റോൾ പ്ലേ അതായിരിക്കാം. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ്ലി അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. സോ there are some few words like I understand your situation, I am here to help you. ഇങ്ങനത്തെ കുറേ സെൻറ്റൻസസ് ഉണ്ട്. നമ്മൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യും അതിനകത്ത്. സോ നമ്മൾ റോൾ പ്ലേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഒത്തിരി റോൾ പ്ലേസ് ഉണ്ട്. നമ്മളത് കേട്ട് പിന്നെ നമ്മൾ തന്നെ കണ്ണാടി മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനകത്ത് മെയിനായിട്ടും ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ പോസ് ചെയ്ത് നിന്ന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളൊരു ഫ്ലോയിൽ സംസാരിക്കുക. നമ്മൾ ഒത്തിരി അങ്ങനത്തെ പോസസ് വരാതെ നമ്മളൊരു ഫ്ലോയിൽ ആ കോൺവെർസേഷൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നമ്മളെ നോക്കുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി ഗ്രാമർ അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് ആക്സെൻ്റ് ഒരു പ്രശ്നവുമല്ല. അതുപോലെ നമ്മൾ സിമ്പിൾ സെൻറ്റൻസസ് യൂസ് ചെയ്ത് ആ കോൺവെർസേഷനെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരിക്കലും മറക്കരുത്. നമ്മൾ ആരാണെന്നും മൈ നെയിം ഈസ് സോ ആൻഡ് സോ, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു, ഓർ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. സോ അങ്ങനെ നമ്മുടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ എന്തിനാണ് അവിടെ എന്ന് നമ്മളെ തന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനോട് അല്ലെങ്കിൽ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് അവരെ എന്ത് വിളിക്കാനാണ് ഇഷ്ടമെന്ന് എപ്പോഴും ചോദിക്കുക. ഇപ്പോൾ ഒരു ലോങ് നെയിം ആയിരിക്കും, ലൈക്ക് അന്ന, മരിയ, ജോൺ അങ്ങനെ വല്ലതും ആണെങ്കിൽ ഹൗ മേ ഐ അഡ്രസ് യു. സോ ഷീ വിൽ ലെറ്റ് യു നോ, കോൾ മീ ആൻ. ഓക്കെ, യെസ് മിസ് ആൻ. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ചില ജനറലി യൂസ് ചെയ്യാവുന്ന കുറേ ഫ്രീസസും കുറേ നമ്മുടെ ഡയലോഗ്സും നമ്മൾ റിപ്പീറ്റഡ്ലി പഠിച്ചു വെക്കുകയാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് ആ ഒരു സിനാരിയോ വരുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിവതും ആ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മുടെ ടാസ്ക് ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് ഫിനിഷ് ആയില്ലെങ്കിലും നല്ലൊരു രീതിയിൽ നമുക്ക് ആ ടാസ്ക് എൻഡപ്പ് ചെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. സോ 5 മിനിറ്റ്സിൻ്റെ 3 കാർഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. 3 റോൾ പ്ലേസ് ആയിരിക്കും നമ്മളവിടെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ എങ്ങനെ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ക്ലയൻറ്റുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ അവരെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് ചോദിച്ചു. നമ്മൾ പിന്നെ അവർ ചിലപ്പം ഒരു കണ്ടീഷനുമായിട്ട് നമ്മുടെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. അപ്പോൾ അവരുടെ റോൾ കാർഡിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി പറയരുത്. സോ നമ്മുടെ ടാസ്ക് അവിടെ അടുത്തത് വരുന്നത് ആ ഡീറ്റെയിൽസ് വളരെ പൊളൈറ്റ്ലി വളരെ പേഷ്യൻ്റ്ലി അവരിൽ നിന്നും ചോദിച്ചറിയുക എന്നുള്ളതായിരിക്കും.
അപ്പോൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കുറേ വേർഡ്സ് കുറേ ഫ്രേസസ് പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ ചെന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ ആപ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ കാണാതെ പഠിച്ച് പോകരുത്. ആ സിറ്റുവേഷനിലനുസരിച്ച് നമുക്കത് പ്രോംപ്റ്റായിട്ട് വരണം. സോ നമ്മളത് എന്ത് ഇൻ്റലിജൻ്റ്ലി ആണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ ആയിരിക്കും അവർ അസസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇൻ്റർലോക്യൂട്ടർ നമ്മളെ അസസ് ചെയ്യുന്നില്ല. ഇൻ്റർലോക്യൂട്ടർ ജസ്റ്റ് നമ്മുടെ കൂടെ റോൾ പ്ലേ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. സോ അസസ്മെൻ്റ് എല്ലാം വേറെ അസസസ് ആയിരിക്കും ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്ലെസൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആ സിറ്റുവേഷനെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വളരെ ഒരു വിഷമത്തിലിരിക്കുന്നൊരു ക്ലയൻ്റ് അടുത്ത് ആ രീതിയിൽ നമ്മൾ അവരെ എംപത്തൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരോട് പെരുമാറണം. നല്ല പ്ലെസൻ്റായിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷനിൽ പ്ലെസൻ്റായിട്ട് സംസാരിക്കണം. സോ നമ്മൾ ആ സിറ്റുവേഷനിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മളുടെ അസസേഴ്സിനത് നമ്മളുടെ ടോണിൽ നിന്നും അത് മനസ്സിലാകേണ്ടത്. സോ നമ്മൾ ഇപ്പോൾ ഒരാളോട് പറയണം, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് നമ്മൾ പറയുന്ന ടോൺ എപ്പോഴും ആ ഒരു സിറ്റുവേഷൻ്റെ അനുസരിച്ചായിരിക്കണം. സോ അപ്പോൾ അത് വേണ്ടിയത് എന്താ വെച്ചാൽ നമുക്ക് പ്രാക്ടീസാണ് വേണ്ടിയത്. അത് കൂടുതലും നമുക്ക് അവിടുത്തെ ഇപ്പം ഈ OET ഇംഗ്ലീഷ് വെബ്സൈറ്റ്സിലും പിന്നെ അവിടുത്തെ ഇംഗ്ലീഷ് ആക്സൻസിലും അവരുടെ ടോൺസ് നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്ന പോഡ്കാസ്റ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ യൂട്യൂബിൽ കുറേ റോൾ പ്ലേ വീഡിയോസ് ഉണ്ട്. സോ അത് കാണുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ദിസ് ഇസ് ജൂലിയ ജോൺ സൈനിങ് ഓഫ്.